ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മിക്സ്ചറാണ്. കോൺഫ്ലേക്സ് മിക്സ്ചർ. മറ്റ് മിക്സറുകളെ അപേക്ഷിച്ച് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കോൺഫ്ലേക്സ് മിക്സ്ചർ. ഇത് നല്ല ക്രിസ്പിയാണ്. കണ്ടില്ല, നമ്മൾ കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ അറിയാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുടഞ്ഞിടുമ്പോഴും അറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ തന്നെയില്ല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 ടീസ്പൂണേ ഉള്ളൂ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കായം പൊടിച്ചത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. ഇത് മധുരമുള്ള മിക്സറാണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഓരോന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം നിലക്കടല ഇനി വറുത്തെടുക്കാം. ഇനി തീ കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ എല്ലാം വറുത്ത് പൊരിയാൽ മതി. ഇത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നിലക്കടല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടലയും കൂടെ വറുത്തെടുക്കണം. ഈ പൊട്ടുകടല അങ്ങ് ഇടുമ്പോൾ തന്നെ മൂക്കും കേട്ടോ. അതിന് മൂപ്പ് ഒട്ടുമില്ല. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഇതിടാവുള്ളൂ. അല്ലെ കരിഞ്ഞു പോകും നമ്മൾ പൊരിക്കൊണ്ട് വരുമ്പോഴത്തേന്. നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടെ വറുത്ത് വരാം. അത് നമ്മുടെ അണ്ടിപ്പരിപ്പും ഫ്രൈ ആയി കിട്ടി. എല്ലാം പെട്ടെന്ന് പെട്ടെന്നാകും. നല്ല തിളച്ച എണ്ണയല്ലേ, പിന്നെ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, അല്ല കരിഞ്ഞു പോകും കോരിക്കൊണ്ട് വരുമ്പോൾ. അതല്ലെങ്കിൽ നമ്മുടെ അരിപ്പ വെച്ചിട്ട് അതിലേക്കിട്ട് വറുത്ത് പൊരിയാലും മതി. ഇനി നമ്മുടെ തേങ്ങാക്കൊത്ത്, കനം കുറച്ചരിഞ്ഞ തേങ്ങാക്കൊത്താണ്, അതുകൂടെ വറുത്ത് പൊരിയെടുക്കാം. ഇത്രയും മൂത്താൽ മതി. നമുക്ക് കുറച്ച് കിസ്മിസ് അതും വറുത്ത് പൊരിക്കുന്നത്. അത് പെട്ടെന്നാകും അങ്ങോട്ട്. എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് ബോൾ പോലെയാകും. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് പൊരിയെടുക്കണം. ആ എണ്ണയിലേക്ക് ഇടുമ്പം തന്നെ അത് മൂത്തോളും. അതായത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ നട്ട്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കൈവശമുള്ളതനുസരിച്ച് അങ്ങ് ചേർത്തേക്കുക. അതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. നമുക്കറിയാമല്ലോ, നിലക്കടലയും ഈ അണ്ടിപ്പരിപ്പുമൊക്കെ എത്ര ഇട്ടാലും രുചി തന്നെയാണ്. ഈ ഉണക്കമുളക് വേണേലും വറുത്ത് കോരിയിടാം. ഞാൻ ഇതിൻ്റെ അകത്തിടുന്നില്ല, മധുരമുള്ളതായതുകൊണ്ടാണ് ഞാൻ പിന്നെ മുളകും കൂടെ വറുത്ത് കോരിയിടാത്തത്. ഇനി നമുക്ക് ആ കോൺഫ്ലേക്സ് കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇതും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുക. പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ കോരിയെടുക്കാം. വേണമെങ്കിൽ ഇത് നമുക്കൊരു ഈ അരിപ്പയുണ്ടല്ലോ, അരിപ്പ എണ്ണയിലേക്ക് വെച്ചിട്ട് അരിപ്പയിലേക്ക് ഇട്ടുവാണെങ്കിലും വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ കോരിയെടുക്കാനുള്ള താമസമൊന്നും വരികയില്ല. അടുത്ത സെറ്റും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി എണ്ണയിലിടാതെ ഇങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഈ കോൺഫ്ലേക്സ് ഇട്ട് ഇതുപോലെ ചെറിയ തീയിൽ ഇളക്കി വറുത്ത് കോരിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആ മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്കിടാം.
ചൂടോടെ തന്നെ നമുക്ക് ആ കോൺഫ്ലേക്സ് വറുത്തതിലേക്ക് മസാല ചേർക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എണ്ണമയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് പിടിച്ചോളും. ഇതുപോലെ നട്ട്സ് എല്ലാം നമുക്ക് ഒരുമിച്ചൊന്ന് ഇടാം. ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ആ നട്ട്സിലേക്ക് ചേർക്കാം. ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആകണം. എണ്ണമയം ഉള്ളതുകൊണ്ട് ഈ കടലിലൊക്കെ പെട്ടെന്ന് മുളക് പൊടി ആ മസാലപ്പൊടി പിടിച്ചോളും കേട്ടോ. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എരിവൊക്കെ എല്ലായിടത്തും ഒരുപോലെ പിടിച്ചോളും മസാല. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മറ്റ് മിക്സറൊക്കെയാണ് കുറേ കൂടെ സമയം എടുക്കും ഇത് ഉണ്ടാക്കാൻ. ഇതിന്